എത്ര വലുതായാലും പോരാ പോരാന്നും പറഞ്ഞല്ലേ നമ്മളെല്ലാം കിടക്കപ്പായെന്ന് എഴുന്നേക്കണത്. ദേ ഇത് കണ്ടില്ലേ വലുതായതിന്റെ ഗതികേട്. എവിടെയെങ്കിലും പോയി ഒളിക്കേണ്ട ഒരു ഗതികേട് വന്നാ ഇയാൾ എന്നാ ചെയ്യും? വലിപ്പമൊക്കെ ഉണ്ടെങ്കിലും എന്റെ അത്ര നെഞ്ചുവിരിവില്ല. എന്തൊക്കെ ആയാലും എന്താ അതിന്റെ വലിപ്പം അതിനറിയില്ലല്ലോ. അയ്യോടാ ആ പെങ്കൊച്ചു നിൽക്കുന്നു. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വന്ന് ചോദിക്കട്ടെ എന്നാ പേര്? അയ്യോ നല്ല പേര്, നല്ല മുടി, കണ്ണും കൊള്ളാം. എന്നെ കെട്ടുന്നു ഭാഗ്യവാനാ കൊച്ചെ. എന്നാരും കെട്ടുവൊന്നും വേണ്ട, ഞാൻ എന്റെ ചേട്ടന്റെ കൂടെ കഴിഞ്ഞോളാം. ചേച്ചി എനിക്കൊരു സഹായം ചെയ്യൂ. എന്നാ വേണം പറഞ്ഞോ. ഞാൻ എന്റെ അച്ഛന്റെ രൂപം കണ്ടിട്ടേ ഇല്ല. അയ്യോ മോൾ ഇതുവരെ അപ്പച്ചനെ കണ്ടിട്ടേ ഇല്ല? ഇല്ല, എനിക്ക് 2.5 വയസ്സായതിൽ പിന്നെ എന്റെ അച്ഛൻ അങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ആ ഫോട്ടോ കിട്ടോന്ന് എടുത്ത് കൊടുത്തേക്കരുത്. ആ ജോണി പിശാച് ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ നിന്നെ എടുത്തിട്ട് പരിപ്പോടെ അവളെ ഇങ്ങോട്ട് വിട്, അങ്കിൾമാര് വിശേഷം ചോദിക്കട്ടെ. ഒന്ന് ചുമ്മാ ഇട ഈച്ചപ്പ. അതെ മോളുടെ അടുത്ത് കാര്യം ചോദിച്ചാൽ സത്യം പറയോ? ആ മോളുടെ ചേട്ടൻ്റെ കയ്യിൽ ഒരു പെട്ടിയില്ലേ എപ്പോഴും കൊണ്ടു നടക്കണത്? ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും ബാത്റൂമിൽ പോകുമ്പോഴും ഒക്കെ കൊണ്ടു നടക്കണ ഒരു പെട്ടിയില്ലേ? ആ പെട്ടിയിൽ എന്താന്നറിയാവോ? പറയാവോ? ചേട്ടൻ എപ്പോഴും കൊണ്ടു നടക്കണ പെട്ടി, ചുമന്ന പെട്ടി, എവിടെയും കൊണ്ടുപോകുന്ന പെട്ടി. അതിനകത്ത് എന്താണെന്ന് ഞാൻ പറയില്ല കേട്ടോ.